എന്താണ് മുരുകന്റെ ആറുപടൈ വീടുകൾ എന്നറിയാമോ? ഒരിക്കൽ 3 ലോകങ്ങളും കീഴടക്കുന്നതിനായി മഹാദേവനെ തപസ്സു ചെയ്ത ശൂരപത്മൻ തനിക്ക് മരണം ഉണ്ടാവുകയാണെങ്കിൽ അത് ശിവപുത്രനാൽ ആയിരിക്കണം എന്ന വരം നേടി. വരം ലഭിച്ച അസുരൻ തന്റെ സഹോദരന്മാരായ താരകാസുരനെയും സിംഹമുഖനെയും കൂട്ടി 3 ലോകങ്ങളും കീഴടക്കാനായി സൈന്യവുമായി ഇറങ്ങിത്തിരിച്ചു. ഇവരുടെ പ്രവൃത്തികളിൽ സഹികെട്ട ദേവന്മാരും ഋഷിമാരെല്ലാം കൈലാസത്തിൽ എത്തി മഹാദേവനെ കണ്ട് സങ്കടം ഉണർത്തിച്ചു. അങ്ങനെ മഹാദേവൻ അസുരൻ നിഗ്രഹം ചെയ്ത് ലോകസമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി ബാലസുബ്രഹ്മണ്യൻ സ്വാമിയെ സൈന്യത്തോടുകൂടി ഭൂമിയിലേക്ക് അയക്കുന്നു. മാതാവായ പാർവതി ദേവി അസുര നിഗ്രഹത്തിനായുള്ള വജ്രവേൽ നൽകി പുത്രനെ അനുഗ്രഹിച്ചു. ഈ പടയോട്ടത്തിൽ സുബ്രഹ്മണ്യസ്വാമിയും ഭൂതഗണങ്ങളും ദമ്പടിച്ച സ്ഥലങ്ങളാണ് ആറുപട വീടുകൾ എന്നു അറിയപ്പെടുന്ന സുപ്രധാനമായ ക്ഷേത്രങ്ങൾ. തിരുച്ചെന്തൂർ തെക്കുഭാഗത്തുള്ള കടലിന്റെ അടിയിലായിരുന്നു ശൂരപത്മന്റെ വാസസ്ഥലമായ മഹേന്ദ്രഗിരി. ദേവഗുരുവായ ബൃഹസ്പതി ഇവിടെ ഭഗവാനെയും കാത്തിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം അസുരന്മാരെക്കുറിച്ചും വാസസ്ഥലത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ ഭഗവാൻ പകർന്നു നൽകി. യുദ്ധത്തിനു മുൻപായി തനിക്ക് പൂജിക്കുന്നതിനായി ഒരു ശിവലിംഗം പ്രതിഷ്ഠിക്കുക എന്നായിരുന്നു ആദ്യം ചെയ്തത്. അതിനുശേഷം സമാധാന ചർച്ചയ്ക്കായി സേനാനായകനായ വീരബാഹുവിനെ പറഞ്ഞേച്ചെങ്കിലും അസുരന്മാർ വഴങ്ങിയില്ല. സമാധാന ചർച്ച പരാജയപ്പെട്ടതിനുശേഷം നടന്ന 5 ദിവസത്തെ ഘോരയുദ്ധത്തിന് ഒടുവിൽ ശൂരപത്മനസുരൻ ഒഴികെയുള്ള ബാക്കിയെല്ലാവരെയും ഭഗവാൻ വധിച്ചു. തുലാമാസത്തിലെ വെളുത്തപക്ഷത്തിലെ പ്രഥമയിലാണ് യുദ്ധം ആരംഭിക്കുന്നത്. 6-ാം ദിവസം ഷഷ്ഠി. പരാജയം മനസ്സിലാക്കിയ അസുരൻ ഒരു മാവു മരമായി മാറി. വിശ്വരൂപം പുറത്തെടുത്ത ഭഗവാൻ തന്റെ വജ്രവേൽ കൊണ്ട് മരത്തെ 2ആയി ഛേദിച്ചുകളഞ്ഞു. 2ആയി മുറിഞ്ഞുപോയ ശരീരഭാഗങ്ങൾ മയിലായും കോഴിയായും മാറി. മയിലിനെ വാഹനമായും കോഴിയെ തന്റെ കൊടിയടയാളവുമായി ഭഗവാൻ സ്വീകരിച്ചു.